ജോർദാനിൽ ക്വാറൻറ്റൈനായിട്ട് ഞങ്ങൾ പെട്ടുപോവുകയും 65 ദിവസത്തോളം ഞങ്ങൾ അവിടെ കിടന്നെങ്കിൽ പോലും ഏതാണ്ട് ഒരു 10, 20, 22 ദിവസം മാത്രം ഷൂട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. മാർച്ച് 9 സെക്കൻഡ് ഷെഡ്യൂൾ ഷൂട്ടിങ്ങിനായിട്ട് ഞാനും ക്യാമറാമാനും ഉള്ള അടങ്ങിയ ഒരു ചെറിയ സംഘം ആദ്യമായി ജോർദാനിൽ ചെന്ന് ഇറങ്ങുന്നത്. ഓരോ ദിവസത്തിൻ്റെ മരണനിരക്കുകൾ കോവിഡുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ ലോകം മുഴുവൻ പടരുന്നു എന്നുള്ളൊരു ഭീതി വന്നുകൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസം കഴിയും തോറും കൂട്ടമായി ആൾക്കാരിൽ മാനസികമായ പല പ്രയാസങ്ങളിലേക്ക് വരുന്നു. ബോളിന് വേണ്ടി ഈ ഹവായി ചപ്പൽ കട്ട് ചെയ്ത് ഒട്ടിച്ച് ബോളുണ്ടാക്കി ക്രിക്കറ്റ്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഭയങ്കരമായ വെയിലത്ത് പോലും ഈ ക്രിക്കറ്റിൻ്റെ ആവേശത്തിൽ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇങ്ങനെ ടീമായി തിരിച്ച് അതിനൊരു ട്രോഫിയൊക്കെ വെച്ചിട്ട് ഭയങ്കര രസകരമായി ആ ആൾക്കാർ ആ സമയം എൻജോയ് ചെയ്തു. 2 മാസക്കാലം ഒരുമിച്ച് ഒന്നായിട്ട് ജീവിക്കുവാൻ കഴിഞ്ഞ ഒരു കാലഘട്ടമായിട്ടാണ് ഈ കൊറോണ കാലത്തിനെ കുറിച്ച് ഓർമ്മകളിൽ സൂക്ഷിക്കാൻ ഇഷ്ടം. മാർച്ച് 9 സെക്കൻഡ് ഷെഡ്യൂൾ ഷൂട്ടിങ്ങിനായിട്ട് ഞാനും ക്യാമറാമാനും ഉള്ള അടങ്ങിയ ഒരു ചെറിയ സംഘം ആദ്യമായി ജോർദാനിൽ ചെന്ന് ഇറങ്ങുന്നത്. ആ സമയത്ത് കോവിഡ് രാജ്യമെമ്പാകെ ഒരു ചെറിയ ഭീഷണിയോടുകൂടി ഉള്ള ഒരു ആശങ്കകളോടുകൂടിയാണ് ഞങ്ങൾ എയർപോർട്ടിലേക്ക് എത്തുന്നത്. പലപ്പോഴും ചിന്തിച്ചതാണ് ഷൂട്ടിങ് മാറ്റുന്നതിനെക്കുറിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നീട് പോസ്റ്റ്പോൺ ചെയ്യുന്നതിനെക്കുറിച്ചോ ഒക്കെ. പക്ഷെങ്കിൽ ഓസ്ട്രിയയിൽ 2 ആഴ്ചയ്ക്ക് മുമ്പ് ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കുന്നതിനുള്ള ട്രീറ്റ്മെൻറ്റും മറ്റുമായിട്ട് പൃഥ്വിരാജ് അവിടെ ഓൾറെഡി ട്രീറ്റ്മെൻറ്റിലാണ്. അപ്പം അദ്ദേഹം ഏതാണ്ട് ഒരു 10-30 കിലോയോളം ഈ ഒരു പ്രോസസ്സിനായിട്ട് ഈ ഒരു സിനിമയ്ക്കായിട്ട് ഭാരം കുറച്ച് നിൽക്കുന്നൊരവസ്ഥ എന്ന് പറയുന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയാതെ വന്നത്. കാരണം ഇതെങ്ങനെയും ഷൂട്ട് ചെയ്യണം. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കറിയില്ലല്ലോ എന്താണ് ലോകത്ത് സംഭവിക്കുന്നത്. ഇതൊരു ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് മുൻകൂട്ടിയൊന്നും ഒരു ധാരണകളോടുകൂടി നമുക്ക് പ്രവർത്തിക്കാനും കഴിഞ്ഞില്ല. മാർച്ച് 9 ഞങ്ങൾ അമാൻ എയർപോർട്ടിൽ എത്തുകയും അവിടുന്ന് ഞങ്ങൾ ഏതാണ്ട് ഒരു 3.5 മണിക്കൂർ 4 മണിക്കൂറോളം യാത്ര ചെയ്ത് വാദിറാമിൽ എത്തുകയും വാദിറാമിലെത്തുമ്പോൾ ടൂറിസ്റ്റുകളാൽ തിങ്ങപ്പെട്ട് കിടക്കുന്ന ഒരു റിസോർട്ടിലാണ് ഞങ്ങൾ രാത്രിയിൽ ചെന്ന് കയറുന്നത്. അവിടെ വിവിധ ദേശങ്ങളിലുള്ള റഷ്യക്കാർ, അമേരിക്കാർ, യൂറോപ്യൻസ്, അങ്ങനെ വിവിധ ദേശത്തിലുള്ള ആൾക്കാർ ആഘോഷത്തോടുകൂടി ഒരു ഡിന്നറിൻ്റെ ഒരു സമയം ചെലവഴിക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. അതും വളരെ മനോഹരമായ പാട്ടുകൾ പാടി ഡാൻസുകൾ ചെയ്തു. അപ്പം തന്നെ ഞങ്ങൾ വളരെ ഞങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ആശങ്കകളുണ്ടെങ്കിൽ പോലും ഇത്രയധികം ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ളൊരു ക്രൗഡിനെ കാണാൻ സാധിച്ചപ്പോൾ വളരെ ആശ്വാസമുണ്ടായി. പക്ഷെങ്കിൽ പിന്നീടുള്ള ദിവസങ്ങളൊക്കെയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കയോടുകൂടിയാണ് ഓരോ ദിവസവും ഞങ്ങൾ കഴിഞ്ഞ്. ഏതാണ്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മാർച്ച് 12 ആയപ്പോഴത്തേക്ക് ഓസ്ട്രിയയിൽ നിന്ന് രാജുവും വാദിറാമിലെത്തി. അപ്പോൾ ഓരോ ദിവസത്തിൻ്റെ മരണനിരക്കുകൾ കോവിഡുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ ലോകം മുഴുവൻ പടരുന്നു എന്നുള്ളൊരു ഭീതി വന്നുകൊണ്ടേയിരിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള ഏതാണ്ട് ഒരു 60ഓളം ആൾക്കാർ നമ്മുടെ യൂണിറ്റ് പുറപ്പെടുവാൻ തയ്യാറായി നിൽക്കുന്നു. അവർ മാർച്ച് 14 കൊച്ചിയിൽ നിന്ന് അവർ ഫ്ലൈറ്റ് കയറിയാണ്.
അവർ വളരെ സുഖമായിട്ട് തന്നെ അവർ 15-ാം തീയതി അവർ എയർപോർട്ടിൽ വന്ന് വാദിറാമിലെത്തുകയും എല്ലാവരും റൂമിലേക്കും അടുത്ത 16-ാം തീയതി മുതൽ, അതായത് നെക്സ്റ്റ് ഡേ മുതൽ ഷൂട്ടിംഗ് തുടങ്ങണം എന്ന് വിചാരിച്ചുള്ളൊരു പ്ലാനിങ്, മുൻകൂട്ടിയുള്ളൊരു പ്ലാനിങ്ങാണ്. അതിൽ നിന്ന് ഇതിലേക്ക് പക്ഷെങ്കിൽ ലോകത്തെ പല സ്ഥലങ്ങളിലെയും എയർപോർട്ടുകൾ അടച്ചു തുടങ്ങി എന്നുള്ള വാർത്തകൾ ഞങ്ങളെ ഭയപ്പെടുത്തി. കാരണം ഞങ്ങളുടെ ഈ ക്രൂവിലേക്ക് മുഖ്യമായി എബ്രഹാം ഖാദരി എന്ന ക്യാരക്ടർ അഭിനയിക്കേണ്ട ആൾ ലോസ് ഏഞ്ചൽസിൽ നിന്ന് എത്തണം. അത് അവർക്കൊക്കെ അവരുടെ ഷെഡ്യൂൾ 18-20 ഉള്ളതുകൊണ്ട് ആ രീതിയിലാണ് അവരുടെ ടിക്കറ്റുകളെല്ലാം എടുത്തിരിക്കുന്നത്. അബുദാബിയിൽ നിന്ന് ഒരു ആർട്ടിസ്റ്റ് എത്താനുണ്ട്, മസ്കറ്റിൽ നിന്ന് ആർട്ടിസ്റ്റ് എത്താനുണ്ട്. അവരുടെയൊക്കെ ഇത് അവരെ അറബി സംസാരിക്കാനും അവർ സംസാരിക്കുന്ന നമ്മളോട് ട്രാൻസ്ലേറ്റ് ചെയ്യാനുമായിട്ടും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ എത്താനുണ്ട്. അപ്പോൾ ഇങ്ങനെ വിവിധ ദേശങ്ങളിൽ നിന്ന് എത്തേണ്ട ആൾക്കാരെ ഒക്കെ അടുത്ത ദിവസങ്ങളിൽ എത്തുമോ ഇല്ലയോ എന്നുള്ളൊരു ഭയം ഞങ്ങളിൽ ഉണ്ടാവുകയും ഇവരുടെയൊക്കെ യാത്രകൾ പ്രീപോൺ ചെയ്യുന്നതിനായിട്ട് ഉള്ള ഒരുക്കങ്ങളായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ 2 അറബ് ആർട്ടിസ്റ്റുകൾ അമാൻ എയർപോർട്ടിൽ വന്നിറങ്ങുകയും അവർക്ക് ക്വാറൻറ്റൈനിൻ്റെ തുടക്കമാണ്. ക്വാറൻറ്റൈനിലേക്ക് അവിടുന്ന് തന്നെ സർക്കാർ ഏർപ്പെടുത്തിയ ക്വാറൻറ്റൈനിലേക്ക് അവർക്ക് പോവുകയും US-ൽ നിന്ന് അയാൾക്ക് ട്രാവൽ ബാൻ കാരണം എത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞങ്ങളൊരു മുന്നോട്ടുള്ള ഒരു ഷൂട്ടിങ് വളരെ പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു ചിത്രം ഞങ്ങൾക്ക് മനസ്സിലേക്ക് ചെന്നു. എങ്കിലും ഞങ്ങൾ മാർച്ച് 16-ാം തീയതി തന്നെ ഷൂട്ടിങ് തുടങ്ങി. ഏതാണ്ട് ഒരാഴ്ചക്കാലം ആയപ്പോഴത്തേക്ക് തന്നെ എയർപോർട്ടുകൾ അടച്ചു. ഏതാണ്ട് 20-ാം തീയതിയൊക്കെ ആയപ്പോൾ എയർപോർട്ടുകളെല്ലാം തന്നെ അടച്ചു. ലോകത്തെമ്പാടുമുള്ള ഒരു സർവീസുകൾ നിന്നു. ഇന്ത്യയിൽ ക്വാറൻറ്റൈൻ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതും ഒക്കെ ഞങ്ങൾക്ക് അവിടെ കാണാൻ TV ഒന്നുമില്ല. പക്ഷെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റിൽ കൂടെ നമുക്ക് വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ ഞങ്ങളുടെ ഷൂട്ടിങ് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത തരത്തിലുള്ള മുടക്കവും സംഭവിക്കുന്നുണ്ട്. ഈ ക്വാറൻറ്റൈനിൻ്റെ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ലോക്ക്ഡൗൺ എയർപോർട്ടുകൾ അടയ്ക്കുന്നു എന്നറിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഈ ഈച്ചയും ഒക്കെ പറന്നു പോകുന്നത് പോലെ അത്രയും ഉണ്ടായിരുന്ന ഒരു വിദേശീയരുടെ ഒരു കൂട്ടം മൊത്തം ഒഴിഞ്ഞ് ഞങ്ങളൊരു ഏതാണ്ട് 60-ഉം ജോർദാനിലെ ഒരു 10-15 പേരും 10-75 പേര് മാത്രമായിട്ട് വലിയൊരു സ്പേസിലേക്ക് ഞങ്ങൾ ഒറ്റപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു വലിയൊരു ഒരു ഡെസേർട്ടിനുള്ളിലെ ചെറിയ ചില കൂരകൾക്കുള്ളിൽ ഒരു 75 പേര് നമ്മൾ നമ്മുടെ ഇന്ത്യൻ ക്രൂവും ജോർദാനിൽ നിന്നുള്ളൊരു ക്രൂവും മാത്രമായി ഈ ക്വാറൻറ്റൈനിലേക്ക് കഴിയേണ്ട അവസ്ഥ വരിക. പക്ഷേ ഞങ്ങൾ വീണ്ടും പല ശ്രമങ്ങൾ നടത്തി, ഷൂട്ടിംഗ് തുടരുവാനായിട്ടൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിൽ പോലും ഞങ്ങൾക്ക് ഏതാണ്ട് ഒരു 10-40 ദിവസം ഞങ്ങൾക്ക് അവിടെ അങ്ങനെ ആ ക്വാറൻറ്റൈനിൽ കഴിയേണ്ടതായിട്ട് വരികയാണ് ഉണ്ടായത്. ഇതിനിടയ്ക്ക് നാട്ടിൽ നിന്നുള്ള വിവരങ്ങളിൽ കൊണ്ടാവാം പലരുടെയും ആദ്യം ഉണ്ടായിരുന്ന ആ സന്തോഷമൊക്കെ മാറി പലർക്കും ആശങ്കകളുണ്ടാകാൻ തുടങ്ങി. ചെറുതും വലുതുമായ ചിന്തകൾ അലട്ടിക്കൊണ്ടിരുന്നു. ചിലർക്ക് അവരുടെ മക്കളെ കാണണമെന്നായി, ചിലർക്ക് മാതാപിതാക്കളെ കാണണമെന്നായി, പലരുടെയും അസുഖങ്ങൾ കൂടുതൽ അസ്വസ്ഥപ്പെടുത്തുകയുണ്ടായി. അപ്പം അതിൽ സ്റ്റഡി ക്യാം ഓപ്പറേറ്ററായ സുരേഷ് പെട്ടെന്ന് നമ്മുടെ അടുത്ത് പറയുകയാണ്, സാർ എങ്ങനെയെങ്കിലും ഒരു ടിക്കറ്റ് എനിക്ക് തന്നാൽ മതി, ഞാൻ ഇവിടുന്ന് എങ്ങനെയും അമാൻ എയർപോർട്ട് വരെ നടന്നാണേലും ഞാൻ പൊക്കോളാം. നടന്നു പോകുക എന്ന് പറഞ്ഞാൽ 3.5 മണിക്കൂർ 4 മണിക്കൂർ നമ്മൾ വണ്ടിയിൽ വളരെ സ്പീഡിൽ എത്തുമ്പോഴാണ് ഈ സ്ഥലത്തേക്ക് എത്തുന്നത്. അതുവരെ ഞാൻ നടക്കാമെന്ന് തയ്യാറാകുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരാൾ എത്തുന്നു എന്ന് പറയുന്നത് ഇത് ഭയങ്കരമായി നമ്മളെയൊക്കെ അസ്വസ്ഥതപ്പെടുത്തി. കാരണം ഈ ചെറിയ സംശയങ്ങൾ, ചിന്തകൾ, ഭയങ്ങളൊക്കെ ഇങ്ങനെ ഇത് ഓരോരുത്തരിലേക്കും പടരുന്നതായി തോന്നി. ഇത് ഓരോ ദിവസം കഴിയും തോറും കൂട്ടമായി ആൾക്കാരിൽ മാനസികമായ പല പ്രയാസങ്ങളിലേക്ക് വരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ പെട്ടെന്ന് എല്ലാവരും ചേർന്ന് ഒരുമിച്ച് എന്താണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് തുടങ്ങി. ഒരു വലിയ പ്രതിസന്ധിയിലാണ് ലോകം എന്നുള്ള ഒരു തിരിച്ചറിവ് ഓരോരുത്തരെയും അസ്വസ്ഥരാക്കിയപ്പോൾ പോലും ഞങ്ങൾക്ക്
ഒരുമയോടുകൂടി ഇതിനെ നേരിടണം എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കുകയും ഞങ്ങൾ എല്ലാവരെയും ചേർത്ത് വെച്ച് ഓരോരുത്തരുടെയും പേഴ്സണലി ഞങ്ങൾക്ക് മനസ്സിലാക്കാനും എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന തരത്തിൽ നമ്മൾ ഞാൻ ഒട്ടുമിക്ക വീടുകളിലേക്ക് ഞാൻ നേരിട്ട് വിളിച്ചു. ഞങ്ങൾക്ക് ഭക്ഷണത്തിന് പ്രശ്നമില്ല, ആഹാരത്തിന് പ്രശ്നമില്ല, ഞങ്ങളുടെ ഫുഡുകളൊക്കെ ഞങ്ങൾ വളരെ ലാവിഷായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ ഡിസ്പ്ലേ ഒക്കെ കാണിച്ചിട്ടൊക്കെ വീട്ടുകാരെ സമാധാനിപ്പിക്കാനായിട്ട് ആദ്യമായി ശ്രമിച്ചു. അപ്പം വീട്ടുകാർ ഞങ്ങൾ സെറ്റിലാണെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് തന്നെ ആൾക്കാരുടെ ഒരു ഉണർവുണ്ടായി. പിന്നീട് ഇതൊരു ആക്ടിവിറ്റീസ് ഞങ്ങൾ കൂട്ടാൻ തുടങ്ങി. കാരണം എല്ലാ വൈകുന്നേരങ്ങളിലും ഞങ്ങൾ ഒത്തുകൂടുകയും പാട്ട് പാടുകയും ഡാൻസ് ചെയ്യുകയും പല തരത്തിലുള്ള വിനോദങ്ങളിലൂടെ നമ്മൾ സംസാരിക്കുകയും അതിന് ഈ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജിന് തനിച്ച് ഒരു ജോലി ചെയ്യാൻ പറ്റത്തില്ല. കുറേ ആൾക്കാർ സിനിമ കാണുന്നു, കുറച്ചധികം ചീട്ട് കളിക്കുന്നു, ലൂഡോ കളിക്കുന്നു. അത്തരത്തിൽ ആണ് ഞങ്ങൾ കളിക്കുവാനായിട്ട് നോക്കുമ്പോൾ നമുക്കൊരു കളിക്കാനായിട്ടുള്ള യാതൊരു സാധനങ്ങളും നമ്മുടെ ഇല്ല. അപ്പോഴാണ് മനുഷ്യൻ ഈ സർവൈവലിൽ എന്തൊക്കെയാണ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ വിദഗ്ധമായിട്ട് എവിടുന്ന ഒരു പലക കഷ്ണം, അപ്പം എക്യുപ്മെൻറ്റ്സൊക്കെ നമുക്കുണ്ടല്ലോ, ഒരു ബാറ്റ് ഉണ്ടാക്കി. അപ്പോഴാണ് തട്ടാൻ ബോളില്ല. അപ്പം ബോളുകൊണ്ട് നമുക്കൊരു കടകളോ ഒന്നും തുറക്കാത്തതുകൊണ്ട്, പ്രത്യേകിച്ച് അവിടെയൊക്കെ ഈ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ അന്യമായതുകൊണ്ടോ ആയിരിക്കാം, ഒരു ബോളിന് വേണ്ടി ഈ ഹവായി ചപ്പൽ കട്ട് ചെയ്ത് ഒട്ടിച്ച് ബോളുണ്ടാക്കി ക്രിക്കറ്റ്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഭയങ്കരമായ വെയിലത്ത് പോലും ഈ ക്രിക്കറ്റിൻ്റെ ആവേശത്തിൽ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള ആൾക്കാർ അങ്ങനെ ടീമായി തിരിച്ച് അതിനൊരു ട്രോഫിയൊക്കെ വെച്ചിട്ട് ഭയങ്കര രസകരമായി ആൾക്കാർ ആ സമയം എൻജോയ് ചെയ്തു എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പം തന്നെ ഫുട്ബോൾ എവിടുന്നോ അത് ഒന്ന് വീണ് കിട്ടിയാണ്. അവരുടെ പ്രത്യേകിച്ച് ഫുട്ബോളാണല്ലോ ഈ അറബിക് കൾച്ചറിൽ കൂടുതൽ. ജോർദാനിലൊക്കെ ഫുട്ബോളിനാണ് കൂടുതൽ പ്രധാനം. അവിടുത്തെ ഡ്രൈവേഴ്സൊക്കെ എവിടുന്നോ അങ്ങനെ ഒരു ഫുട്ബോൾ സംഘടിപ്പിച്ച് പിന്നെ ഫുട്ബോൾ ചില സമയങ്ങളിൽ കളിക്കാൻ തുടങ്ങി. അപ്പം ഇങ്ങനെ ഒരു രാവിലെ എഴുന്നേറ്റ് വരുന്നത് പ്രഭാതത്തിൽ നമ്മുടെ പ്രഭാത സവാരികൾ. അപ്പം അത് പ്രൊഡക്ഷൻ്റെ ആൾക്കാർ ഓരോരുത്തരെയും റൂമിൽ ചെന്ന് വിളിച്ചുണർത്തി വേറെന്ന് വെച്ചാൽ വെറുതെ നടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വിളിച്ചുണർത്തി അവരെ കൊണ്ട് നടത്താനായിട്ടും ജിമ്മിൽ കൊണ്ടുവരാനും എക്സസൈസ് ചെയ്യിക്കാനും അങ്ങനെ ആ സമയത്താണ് നമുക്ക് ഗുഡ് ഫ്രൈഡേ വരുന്നത്. ഗുഡ് ഫ്രൈഡേയുടെ ഒരു അവസ്ഥയിൽ ചില ആൾക്കാർ 14 ഇടങ്ങളുണ്ടാക്കിയിട്ട് അതിന് വളരെ മനോഹരമായി ക്രിസ്തുവിനെ സാമ്യമുള്ള ആൾക്കാരെ ആ രീതിയിലുള്ള ഒരു വലിയൊരു കുരിശുണ്ടാക്കി, അങ്ങനെ ഒരു കുരിശിൻ്റെ വഴി വളരെ സീരിയസ് ആയിട്ട് ഞങ്ങൾ ആ ദുഃഖവെള്ളിയാഴ്ച ഞങ്ങൾ കൊണ്ടാടുവാനായിട്ട് പ്രാർത്ഥനയോടുകൂടി ഓൾ യൂണിറ്റ് ഞങ്ങൾ മല കയറി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു വലിയൊരു അനുഭവമാണ്. അപ്പോൾ ഈസ്റ്ററിലേക്ക് എത്തിയപ്പോൾ ഈസ്റ്ററിന് അപ്പം ഞാനും ആ സമയത്തൊക്കെ ഞാൻ ഒരു 50 ദിവസം ഈ നൊയമ്പ് കാലം കൂടെ ആയിരുന്നു. ആ കാലം മൊത്തം എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ നൊയമ്പ് കാലങ്ങളിൽ ഏറ്റവും അധികം ഒരുപാട് റെസ്ട്രിക്ഷനോടുകൂടി, കാരണം അറബിക് ഫുഡുകളെല്ലാം തന്നെ നോൺ വെജാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അല്പമായി മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് ഈ നൊയമ്പ് എനിക്ക് ആചരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ അതിനെ കാണുന്നത്. അപ്പം ഈസ്റ്ററിനെങ്കിലും ഈസ്റ്ററിന് നമ്മളെങ്ങനെ ഒരുങ്ങണം എന്നുള്ള ഒരു ഈസ്റ്റർ മുട്ട ഉണ്ടാക്കാം. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ ടീമിലുള്ളവരൊക്കെ കിച്ചണിലേക്ക് കയറി നമ്മുടെ ഭക്ഷണം ഉണ്ടാക്കാൻ. അപ്പോൾ ദുഃഖവെള്ളിയാഴ്ച ഞങ്ങൾ കഞ്ഞി കുടിച്ചു എന്ന് പറയുമ്പം പലർക്കും അത്ഭുതം, ഞങ്ങളുടെ ഈ കഞ്ഞി അവിടുത്തെ ജോർദാൻ ആൾക്കാരിലേക്കൊക്കെ കൊടുക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാത്തിലും ഒരുമയ്ക്ക് നമുക്കറിയാമല്ലോ, നമ്മുടെ ആൾക്കാരൊക്കെ ഒരുമയോടുകൂടി നിന്ന് ഒരുപാട് സന്തോഷം പരസ്പരം സഹായിക്കാനും സ്നേഹിക്കാനും ഒക്കെ ആയിട്ട് ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് അവിടെ സർവേ ചെയ്യാനായിട്ട് പറ്റിയത്. ആടുജീവിതത്തിൻ്റെ ഷൂട്ടിങ്ങിന് തുടങ്ങിയപ്പോൾ മുതൽ, അല്ലെങ്കിൽ ആടുജീവിതത്തിനെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയപ്പോൾ മുതൽ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും ഒരുപാട് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞത്. ഇതിൻ്റെ 3ാമത്തെ ഷെഡ്യൂളാണ് ഈ 2020 ജോർദാനിൽ ക്വാറൻറ്റൈനായിട്ട് ഞങ്ങൾ പെട്ടുപോവുകയും 65 ദിവസത്തോളം ഞങ്ങൾ അവിടെ കിടന്നെങ്കിൽ പോലും ഒരു 10, 20, 22 ദിവസം മാത്രം ഷൂട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. പ്രതിസന്ധികളിൽ
ഒരുമിച്ച് നിൽക്കുവാനായിട്ടുള്ള വലിയൊരു കരുത്ത് ഈ സിനിമയിൽ കൂടെ ഓരോ ചെറിയ അംഗത്തിന് പോലും സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായി തോന്നിയിട്ടുള്ളത്. 2 മാസക്കാലം സ്വന്തം സഹോദരങ്ങളെപ്പോലെ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും ഒന്നും ചിന്തകളില്ലാതെ ഒരുമിച്ച് ഒന്നായിട്ട് ജീവിക്കുവാൻ കഴിഞ്ഞ ഒരു കാലഘട്ടമായിട്ടാണ് ഈ കൊറോണ കാലത്തിനെക്കുറിച്ച് ഓർമ്മകളിൽ സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നത്.